ബിഗ് ബോസ് ഈ സീസൺ തുടങ്ങിയത് മുതൽ അവിടെയുള്ള മെജോറിറ്റി ആളുകളുടെയും പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത് അനിമോളായിരുന്നു. ആദ്യത്തെ ഒരു 1-2 ആഴ്ച എല്ലാവരും അനീഷിനെ ടാർഗറ്റ് ചെയ്തു. അനീഷിനെ ടാർഗറ്റ് ചെയ്തതിന് ശേഷം ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ നിന്ന് അത് പണിയാകുമെന്ന് മനസ്സിലാക്കി പിന്നെ എല്ലാവരുടെയും പ്രധാന ടാർഗറ്റ് അനിമോളാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരാളെ തന്നെയാണ്. സോ എല്ലാവരും ചേർന്ന് ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ആൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ ഒരുപാട് മനുഷ്യന്മാർ പലയിടങ്ങളിൽ നിന്ന് വരും. അത് എല്ലായ്പ്പോഴും നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ തന്നെ അനീഷ് അനിമോൾ വിഷയത്തിൽ ഷാനവാസും അതുപോലെ ആദിലയും ശൈത്യയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ ശൈത്യ ഓൾറെഡി പറഞ്ഞത് അനീഷിനെ അനിമോൾ എന്തോ പറ്റിച്ചു എന്നുള്ള രീതിയിലാണ്. ഇത് തന്നെയാണ് ഷാനവാസും പറയുന്നത്. അതായത് ഹോപ്പ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനീഷിനെ അനിമോളെയും ഈ കാര്യം പറഞ്ഞ് ഏറ്റവും കൂടുതൽ കളിയാക്കിയത് ഇതേ ഷാനവാസും ബിഗ് ബോസ് വീട്ടിലെ മറ്റുള്ളവരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അനിമോൾക്കും കൂടി ഹോപ്പ് കൊടുത്തു എന്നങ്ങ് പറഞ്ഞൂടെ? അനീഷ് മാത്രം എന്തേ അത് ഹോപ്പായിട്ട് എടുത്തത്? ഈ കളിയാക്കലുകൾ കാരണം അനിമോൾക്കും ഹോപ്പ് ഉണ്ടാവണ്ടേ? ഇപ്പൊ അനീഷ് വന്നിരുന്ന് ക്രഷ് ഉണ്ട് എന്ന് പറയുമ്പോൾ അനിമോൾ അങ്ങ് ഹോപ്പായിട്ട് എടുക്കാത്തത് എന്തേ? അനിമോൾ അതിനെ ഒരു മനുഷ്യന്റെ ഒരു അഭിപ്രായമായിട്ട് മാത്രമാണല്ലോ കണ്ടത്, അല്ലാതെ അനിമോൾക്ക് ആ ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. മാത്രമല്ല ക്രഷ് ഉണ്ട് എന്ന് അനീഷ് പറയുന്നത് എപ്പോഴാണ്, എന്ത് റീസൺ പറഞ്ഞിട്ടാണ്? അനിമോൾ കളിയാക്കിയത് കൊണ്ടോ അനിമോൾ എന്തെങ്കിലും നാടകം കളിച്ചിട്ടോ ആണോ അനീഷ് പറഞ്ഞത് ഈ ക്രഷ് ഉണ്ടായെന്ന്? ക്രഷ് ഉണ്ടാവാനായിട്ടുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത്, രണ്ടാമത്തെ പോയിന്റ് വീക്കെൻഡ് എപ്പിസോഡുകളിൽ നന്നായിട്ട് ഒരുങ്ങി വരുന്ന സമയത്ത് ഇത് കാണുമ്പോൾ ക്രഷ് തോന്നിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് അനിമോൾ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അവിടെയുള്ള പലരും അനീഷിനെ കളിയാക്കാൻ തുടങ്ങിയത്. എല്ലാവരും കളിയാക്കിയിട്ടുണ്ട്, അനിമോള് മാത്രമല്ല. അതൊരു തമാശയായിട്ട് ചെയ്തൊരു പ്രവൃത്തിയാണെന്നുള്ളത് ലൈവ് കണ്ടിട്ടുള്ള എപ്പിസോഡ് കണ്ടിട്ടുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. അപ്പൊ അത് അനിമോള് ഹോപ്പ് കൊടുത്താണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇപ്പൊ അനിമോള് കളിയാക്കി ഇങ്ങനെ പ്രണയവും ലവും ഒക്കെ കാണിച്ച് അങ്ങനെയൊക്കെ നടന്നിട്ട് അനീഷിന് ക്രഷ് തോന്നി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അപ്പൊ അനീഷിന് ഓൾറെഡി അങ്ങനെയാണെങ്കിൽ അനിമോളുടെ അടുത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നിരിക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഗെയിം ആയിരിക്കാം. രണ്ടാണെങ്കിലും അനിമോളോട് അനീഷിന് പ്രണയം തോന്നിയതിനും കുറ്റം അനിമോൾക്കാണോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ അനീഷിന് ക്രഷ് തോന്നിയതിന് കാരണം അനിമോളാണോ? അങ്ങനെയാണെങ്കിൽ അതും കൂടി അനിമോളാണെന്ന് പറയേ. അനിമോൾ എന്തിന് അനീഷിന് മേക്കപ്പ് ഇട്ട് കൊടുത്തു? മേക്കപ്പ് ഇട്ട് കൊടുത്തോണ്ടല്ലേ ക്രഷ് തോന്നിയത്? അനിമോൾ എന്തിന് വീക്കെൻഡ് എപ്പിസോഡിൽ ഭയങ്കര മനോഹരമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വന്നു, സുന്ദരിയായിട്ട് വന്ന് എന്തുകൊണ്ടിരുന്നു? പകരം അവിടെ ബിഗ് ബോസിന്റെ വീട്ടിന്റെ പുറകിൽ ഇറങ്ങി ഒരു കുഴി കുത്തി അതിൽ നിന്ന് കുറച്ച് ചെളി വാരി മുഖത്ത് പൂശി വന്നിരുന്നെങ്കിൽ അനീഷിന് ക്രഷ് തോന്നുമായിരുന്നോ? അപ്പൊ അനിമോൾ ഒരുങ്ങി സുന്ദരിയായിട്ട് വന്നിരുന്നോണ്ടല്ലേ ക്രഷ് തോന്നിയത്? അനിമോളുടെ തെറ്റാണ് എന്നും കൂടി അങ്ങ് പറയുക. അല്ലാതെ ഇപ്പൊ എന്താ ഇതിനൊക്കെ പറയുക? എല്ലാവരും കൂടെ വന്നിരുന്ന് പറയണം അനിമോള് ഹോപ്പ് കൊടുത്തു എന്ന്. തേങ്ങ കൊടുത്തു. ഇപ്പൊ അനീഷിന് ഒരു കുഴപ്പമില്ല. ഷാനവാസിനും അതുപോലെ ആദിലയ്ക്കും അതുപോലെ ഇപ്പൊ വന്ന ശൈത്യയ്ക്കും ഒക്കെയാണ് സങ്കടം. അനിമോൾ അനീഷ് ഓൾറെഡി പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയമാണ്. എന്നിട്ട് പറയാണ് ഹോപ്പ് കൊടുത്തു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് എന്തൊരു വിവരക്കേടാണ് ഈ പറയുന്നത്. ഇപ്പൊ ഹോപ്പ് കൊടുത്തു എന്ന് പറയാം. എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ അനിമോൾ പറയാണ് അനീഷേട്ടാ ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പൊ ആദ്യത്തെ ആഴ്ച പറഞ്ഞു, ആലോചിച്ചിട്ട് മറുപടി പറയുന്നില്ല. അനീഷേട്ടാ ഇനിയും സമയം വേണം. ഇങ്ങനെ പറഞ്ഞ് ഈ സീസൺ മുഴുവൻ ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയെങ്കിൽ അത് ഹോപ്പ് എന്ന് പറയാം. പുറത്തിറങ്ങിയിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് കൊണ്ടു കിടന്ന് പുറത്തിറങ്ങിയ ഉടനെ എനിക്ക് അങ്ങനെയൊന്നുമില്ല ബ്രദറാണെന്ന് പറഞ്ഞെങ്കിലും അത് നമുക്ക് പറയാം. ഇവിടെ അനിമോള് കൃത്യമായിട്ടും അനീഷ് പ്രപ്പോസ് ചെയ്ത മൊമെന്റിൽ അതാണല്ലോ ഇപ്പൊ അനീഷിന് പ്രണയമുണ്ടെന്ന് തുറന്നു പറയുന്ന ആ നിമിഷത്തെ റിയാക്ഷനാണ് വളരെ പ്രധാനം. ആ നിമിഷം അനിമോള് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല, എനിക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല. പിന്നീട് വ്യക്തമായി പറയുന്നുണ്ട് ഒരു സഹോദരനെ പോലെയാണ് ഇഷ്ടം. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഫണ്ണായിട്ട് എല്ലാവരും കൂടി കളിയാക്കിയപ്പോൾ ഒരു പില്ലോ എടുത്തുകൊണ്ട് കൊടുത്തതും കുറെ എക്സ്പ്രഷൻ ഇട്ടതുമൊക്കെ ഒരു ഹോപ്പായിട്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. ഇത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ഒന്നുകിൽ അനീഷിന്റെ ഗെയിം ആയിരിക്കാം, ഇല്ലെങ്കിൽ അനീഷിന് നേരത്തെ അനിമോളിനെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുക. ആ ക്രഷ് എന്ന് പറയുന്ന മൊമെന്റിൽ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നു. അതിൽ അനിമോൾ എന്ത് തെറ്റാണ് ചെയ്തത്? വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഒരുങ്ങി വന്നിരിക്കുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന അനീഷിന് ടാസ്കുകളിലും മറ്റുമൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മേക്കപ്പ് ഇട്ട് കൊടുത്തതിലുമൊക്കെ അദ്ദേഹത്തിന് ഒരു ക്രഷ് അനിമോൾ എടുത്ത് തോന്നിയതിന് ആ പെങ്കൊച്ചെന്ത് പിഴച്ചു? അവരുടെ തെറ്റുതിൽ എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാവരും കൂടെ ഈ ഷാനവാസ് ഉൾപ്പെടെയുള്ളവരെല്ലാം കൊണ്ടുവന്ന് അനിമോളുടെ തലയിലിടുമ്പോൾ പ്രണയം തോന്നിയത് അനീഷിന്, ക്രഷ് തോന്നിയത് അനീഷിന്, പ്രണയ അഭ്യർത്ഥന നടത്തിയത് അനീഷ്. അവിടെ എല്ലാ ഘട്ടങ്ങളിലും അനിമോൾ കൃത്യമായിട്ട് അനിമോളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കുറ്റം അനിമോൾക്ക്. വന്നവരും നിന്നവരും എല്ലാം കണക്കായി പോയല്ലോ എന്നുള്ളതാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.